ദിവസങ്ങളോളം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനൊടുവിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു. മനു മാടപ്പാട് കൂടി ചേരുകയാണ് കൂടുതൽ വിശകലനങ്ങളുമായി. മനു, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കേസിന്റെ തന്നെ ഒരു പൊള്ളത്തരമാണ്. വാദം നടക്കുന്ന ഘട്ടത്തിൽ പലതവണയും കോടതി ചോദിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കു തെളിയിക്കുന്ന ഒരു രേഖയും ഈ കാലയളവിനുള്ളിൽ ഇഡിക്ക് കണ്ടെത്താൻ സാധിക്കാത്തതിനെ കുറിച്ച്. മാത്രമല്ല, കൂറുമാറിയ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കണ്ട കോലാഹലങ്ങളൊക്കെയും. ഇവിടെ ഇപ്പോൾ നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ എന്നൊരു നേതാവ് ജയിൽ മോചിതനാകും രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിനായി കൂടി കാതോർത്തിരിക്കുകയാണ്. ഏത് നിലയിലാണ് മനു അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ അടക്കം മുന്നോട്ടുള്ള പോക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറാൻ പോകുന്നത്? തീർച്ചയായും അസുത പറഞ്ഞ പോലെ അസുത, ഇത് ബി.ജെ.പിയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു മെഴുകുതിരിയായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിനുള്ളിലേക്ക് പോയതെങ്കിൽ തിരിച്ച് അദ്ദേഹം ഇപ്പോൾ 50 ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരുന്നത് ഒരു തീപ്പന്തമായിട്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അസുത പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ നിമിഷം ഈ രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്താണ് ഇന്ത്യയോട് പറയുന്നത് എന്നറിയാനായിട്ട്. കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ച് ജയിലിലിടുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കേട്ടുകേൾവിയിൽ ആദ്യമായിട്ടായിരുന്നു. അതിന് രൂപപ്പെടുത്തിയെടുത്ത തന്ത്രങ്ങൾ, അതിന്റെ പുറകിൽ ഉണ്ടായ അണിയറ നീക്കങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിന്റെ തെളിവായിരുന്നു. കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇ.ഡി എന്ന അന്വേഷണ ഏജൻസി മുന്നോട്ട് വച്ച എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. ഈ ഇടക്കാല ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയുടെ വാദങ്ങളിൽ പലപ്പോഴും ഇഡിക്ക് രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും തെളിവെവിടെ, ഞങ്ങൾക്ക് കർശനമായി ഇടപെടേണ്ടി വരും എന്ന് സുപ്രീം കോടതി പറയുന്നതടക്കമുള്ള നിലയിലേക്ക് വരുമ്പോൾ ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ വിജയമാണ്. അതോടൊപ്പം തന്നെ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു വലിയ ശോഭ നൽകുന്നത് കൂടിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂടിയാണ് ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്ന് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ബി.ജെ.പി ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, ഒന്ന് ഹരിയാന, 2 പഞ്ചാബ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര അടക്കമുള്ള ഇന്ത്യ സഖ്യം പ്രബലമായി നിൽക്കുന്ന മേഖലകളിലെ തെരഞ്ഞെടുപ്പിൽ തന്നെയായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ അസിത പറഞ്ഞതുപോലെ എത്രമാത്രം മോശപ്പെട്ട കളികൾ കളിച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പ്രതിയായിരുന്ന ഒരു വ്യക്തി, ഒരു വ്യവസായി, പിന്നീട് ഈ കേസിൽ മാപ്പുസാക്ഷിയാകുന്നു. ആ മാപ്പുസാക്ഷിയായ വ്യക്തി ഇലക്ട്രൽ ബോണ്ടിൽ ബി.ജെ.പിക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് പിന്നീട് തെളിയുന്നു. ആ വ്യക്തിയുടെ മൊഴിയിലാണ്, അതായത് ആദ്യം അദ്ദേഹം പറഞ്ഞ മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഒരു പരാമർശവും എതിരായിട്ടില്ലായിരുന്നു. പിന്നീട് ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും ഒടുവിൽ മാപ്പുസാക്ഷിയാകുമ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ, അത് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതാണ് പലപ്പോഴും കോടതിക്ക് ചോദിക്കേണ്ടി വന്നത്. ഈ 2 വർഷം ഈ കേസ് അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്തെടുക്കുകയായിരുന്നുവെന്ന് ഈ രാജ്യത്തെ ഒരു കേന്ദ്ര ഏജൻസിയോട് ചോദിക്കേണ്ടി വന്നത്. നമുക്കറിയാം, ഇ.ഡി എന്ന് പറയുന്ന ഈ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന സ്ഥിരം കാഴ്ച, അതിനെ അതിജീവിച്ചുകൊണ്ട് ആ ഇ.ഡിക്ക് രൂക്ഷ വിമർശനങ്ങൾ പരമോന്നത കോടതിയുടെ മുന്നിൽ നിന്ന് കേൾപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ 50 ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാകുന്നു. ഇന്ത്യ സഖ്യം സ്വാഭാവികമായും ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ ഒരു നേട്ടം അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യവും വാക്കുകളും ഇന്ത്യ മുന്നണിക്ക് ഊർജ്ജം പകരും. അത് ബി.ജെ.പിക്ക് നൽകാൻ പോകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടി വരും. ഇന്ന് തന്നെ കോടതിയിൽ ഇ.ഡി മുന്നോട്ട് വെച്ച് എല്ലാ വാദങ്ങളെയും തള്ളുകയായിരുന്നു. അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വേദിയിൽ പോകരുത്, അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ച് പറയരുത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കോടതി ഒരു കാരണവശാലും അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇ.ഡി പറയുന്ന ഒരു വാദങ്ങളും കോടതി കണക്കിലെടുത്തിട്ടില്ല. ആ രീതിയിൽ ഇ.ഡി എന്ന അന്വേഷണ ഏജൻസി ഒരിക്കൽ കൂടി പരിഹാസനായി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ച് വലിയ ഊർജ്ജം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ബി.ജെ.പിയെ ബാധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസ്ഥാനങ്ങളുടെ ബെൽറ്റിൽ തന്നെയായിരിക്കും.